മഹാനവറുകൾ വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നിരുന്നൊരു കടക്കാരൻ, അടുത്തുണ്ടായിരുന്ന കടക്കാരന് മഹാനവറുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി ഒരു ഇടം നൽകുകയാണ്. അങ്ങനെ കിടക്കാനൊരുങ്ങി മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു കിടക്കാനൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പണികളായിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റൊട്ടിയും മറ്റു പലഹാരങ്ങളൊക്കെയുള്ള പണികളിൽ ഏർപ്പെടുകയുണ്ട്. ഈ പണികൾക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് വിടാതെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി നിങ്ങളിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഒരുപാട് കാലമായി, ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും പടച്ചോൻ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനകളൊക്കെ പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥന ഒഴികെ എല്ലാം. അപ്പോൾ ഏതാണ് ആ ഉത്തരം തരാത്ത പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മരിക്കും മുൻപൊന്ന് കാണണം. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ വേണ്ടിയായിരിക്കും ഈ നട്ട പാതിരാ സമയത്ത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് പടച്ചോനെ എന്നെ കൊണ്ടെത്തിച്ചത്. അതെ, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈഗോ ഹേർട്ടാകുന്ന കാലത്ത്, ഈഗോ മെയിലൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡ്. ആ ഒരു സമയത്ത് നമ്മുടെ ഈഗോവിനേക്കാളും അപ്പുറമാണ്, അതിനേക്കാൾ സുന്ദരമാണ് സിംപ്ലിസിറ്റി, തായ്മ എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ പാഠം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചാൽ പടച്ചറബ് നമുക്ക് ഉത്തരം നൽകുമെന്ന മഹത്തായ ഒരു സന്ദേശവും ഈ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ജെയിംസ് ക്ലിയറിൻ്റെ പുസ്തകം ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഈ ഒരു പുസ്തകത്തിൽ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചെറിയ ചെറിയ അറ്റോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, അത് നമുക്ക് വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി തരുമെന്ന് ഇതെന്നോ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി വ അദ്വമുഹ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സ്ഥിരതയുള്ള കർമ്മങ്ങളിലാണ് കാര്യം എന്ന കൺസിസ്റ്റൻസിയുടെ പാഠം ഇന്ന് ലോകമേറെ കൊണ്ടാടി ആഘോഷിക്കുന്ന ആ ഒരു തിയറി, കൺസിസ്റ്റൻസിയുടെ പാഠമൊക്കെ പരിശുദ്ധ ഇസ്ലാമും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ നമ്മളെ എന്നോ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സുഖപ്പെടുത്തിയിട്ടുള്ള ഒരായത്തുണ്ട്. ആയത്തിലൊരു സംഭവം, സൗർഗുഹയിൽ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, നബിയെ അവരെങ്ങാനും ജസ്റ്റ് ഒന്നിങ്ങനെ താഴേക്ക് നോക്കിയാ നമ്മളെ കാണും, കണ്ട കൊന്നു കളയും, എന്ത് ചെയ്യും നബിയെ? അപ്പോൾ ലാ തഹ്സൻ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ പടച്ചോനില്ലേ എന്നുള്ള മഹത്തായ ചോദ്യം ഉണ്ടല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണെങ്കിലും നമ്മുടെ കൂടെ പടച്ചോനുണ്ട് എന്ന് ഓർക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ, ഹോപ്പുണ്ടല്ലോ, ഹോപ്പിൻ്റെ സുന്ദരമായ പാഠമുണ്ടല്ലോ. അതുപോലെ തന്നെ അവസാനമായിട്ട് ഖാത്തിമുൽ അംബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാതെ എങ്ങനെ അവസാനിപ്പിക്കും? സ്വന്തം ഉമ്മയെപ്പോലും 6 വയസ്സ് പ്രായമാകുമ്പോഴേക്കും നഷ്ടപ്പെട്ട സ്വന്തം ഉമ്മ കൺമുൻപിൽ മരിക്കുന്നത് കാണേണ്ടി വന്ന കുട്ടി, സ്വന്തം ഉപ്പയെ കാണാൻ പറ്റാത്ത കുട്ടി, അവിടുന്ന് പിറന്ന അവിടുത്തെ സ്നേഹക്കിടാങ്ങളായ 7 മക്കളിൽ 6 പേരുടെയും മയ്യത്ത് കാണേണ്ടി വന്ന ഉപ്പ. ഇങ്ങനെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തിലും ഏതിലും അത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടോ അത്രത്തോളം ത്യാഗം സഹിച്ച ഒരു വ്യക്തിത്വം പ്രപഞ്ചത്തിൽ വേറെ പറയാനില്ല, വേറെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാനുമില്ല. ഈ കഥകളൊക്കെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനും ഏതിനും, ജീവിതമാകട്ടെ ഈ ലൈഫിനും ഡേ ആഫ്റ്റർ ലൈഫിലും ഇഹ പര വിജയത്തിന് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ മുന്നേ സഞ്ചരിച്ച നമ്മുടെ മഹത്തുക്കൾ, മഹാന്മാരായ ഇമാമിങ്ങൾ, പ്രവാചകന്മാർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച് ജീവിതത്തിലൂടെ കാണിച്ചിട്ടാണ് മൺമറഞ്ഞു പോയത്. അതുകൊണ്ട് ഏറ്റവും വലിയ നമുക്കുള്ള റിസോഴ്സ് അവരുടെ പാഠമാണ്, അവരുടെ ജീവിതമാണ് എന്ന സുന്ദരമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.